ലോക ക്ഷയരോഗ ദിനത്തിൽ ക്ഷയരോഗമുക്ത തീരം പദ്ധതിയുമായി ജില്ലാ ആരോഗ്യ വകുപ്പ്. പൊന്നാനിയിൽ നൂർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മലപ്പുറം ജില്ലാ ആരോഗ്യ വകുപ്പും പൊന്നാനി TB യൂണിറ്റും നൂർ ഹോസ്പിറ്റലും സംയുക്തമായാണ് ക്ഷയരോഗമുക്ത തീരം പദ്ധതിക്കായി തുടക്കം കുറിച്ചിരിക്കുന്നത്. രോഗികളെ കണ്ടെത്തി ചികിത്സ നൽകുക, രോഗത്തെ പറ്റിയുള്ള അനാവശ്യ ഭയം ഒഴിവാക്കുക, ക്ഷയരോഗികളോടുള്ള അവഗണന ഒഴിവാക്കുക, ചികിത്സാ പിന്തുണയും പോഷകാഹാരവും ഉറപ്പാക്കുക, ക്ഷയരോഗ പ്രതിരോധ ചികിത്സ നൽകുക, ക്ഷയരോഗ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ക്ഷയരോഗം നേരത്തെ കണ്ടെത്തി മതിയായ ചികിത്സ ഉറപ്പാക്കാൻ ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നൂർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പരിശോധനയും നടന്നു. പൊന്നാനി ഫിഷിംഗ് ഹാർബർ പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുൽന അധ്യക്ഷത വഹിച്ചു. ജില്ലാ TB ഓഫീസർ ഡോക്ടർ ഷുബിൻ C മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ സമീറ, ഡോക്ടർ സുരേഷ്, ഡോക്ടർ ഭാഗ്യനാഥ്, ഡോക്ടർ ശ്രീജ, ഡോക്ടർ മിനി, ഡോക്ടർ അഭിഷേക്, നൂർ ഹോസ്പിറ്റൽ ഹെഡ് ഓപ്പറേഷൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക് പ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. കേരളം ഉള്ളറിഞ്ഞ കൈകോർത്തു നീങ്ങിയ 90കളിൽ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി കേരളത്തിൽ നിന്നും ക്ഷയരോഗത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധ്യമായിരുന്നു. അതിനുശേഷമുണ്ടായ ഈ ക്ഷയരോഗമെന്ന ഒരുപക്ഷെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന സമ്പർക്കത്തിലുള്ള മറ്റുള്ളവരിലേക്ക് രോഗം പടരുന്ന മാരകമായിട്ടുള്ള ക്ഷയരോഗമെന്ന വിപത്ത് നമ്മുടെ പൊന്നാനിയിലും കണ്ടു തുടങ്ങി എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. ആ ഒരർത്ഥത്തിൽ ക്ഷയരോഗം നമ്മുടെ പൊന്നാനിയിൽ പടരുന്നത് രോഗികളുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായും അതുപോലെ തന്നെ രോഗി ചുമയ്ക്കുമ്പോഴുണ്ടാകുന്ന അന്തരീക്ഷത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബാക്ടീരിയ പടരുന്ന സാഹചര്യം വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നാം അറിയാതെ അലക്ഷ്യമായി തെരുവുകളിൽ നാം ചുമച്ചു തുപ്പുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നും ബാക്ടീരിയകൾ മറ്റുള്ളവരിലേക്ക് അഥവാ രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് പടരുന്ന സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരർത്ഥത്തിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ പല വാർഡുകളിലും രാത്രികാല സാമ്പിളുകൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിൽ നമ്മുടെ പ്രദേശത്ത് മന്ദരോഗികളുടെ എണ്ണവും അതോടൊപ്പം തന്നെ ക്ഷയരോഗവും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. ആഗോളതലത്തിൽ പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി. ഇന്ത്യ, ദുബായ്, സൗദി, ഷാർജ, ഖത്തർ, ഒമാൻ, UK, US, ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി 10,000-ലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം. ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം. ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ. അക്ബർ അക്കാദമി, എ യൂണിറ്റ് ഓഫ് അക്ബർ ഗ്രൂപ്പ്.